കൊച്ചു ടോട്ടോയുടെ മറ്റൊരു സ്കൂൾ ദിവസത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം. പ്രഭാതത്തിൽ കുട്ടികളൊക്കെ സ്കൂളിലെത്തി മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ കൊബയാഷി മാസ്റ്റർ ഒരു ചെറിയ കുട്ടിയുമായി അവിടെ എത്തി. എല്ലാവരെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇതാ നിങ്ങൾക്കൊരു കൂട്ടുകാരൻ. ഇവന്റെ പേരാണ് തകാഹാഷി. 1ാം സ്റ്റാൻഡേർഡിലെ തീവണ്ടിമുറിയിലാണ് അവൻ ഇന്നു മുതൽ ഉണ്ടാവുക. ടോട്ടോച്ചാൻ ഉൾപ്പെടെ എല്ലാവരും പുതിയ ചങ്ങാതിയെ കാണാനായി തിക്കും തിരക്കും കൂട്ടി. തൊപ്പിയൂരി ഏവരെയും വന്ദിച്ചുകൊണ്ട് അവൻ ലജ്ജയോടെ പറഞ്ഞു, നമസ്കാരം. 1ാം തരത്തിൽ പഠിക്കുന്ന ടോട്ടോച്ചാനും കുട്ടികളും അപ്പോഴും തീരെ ചെറിയ കുട്ടികൾ തന്നെയാണ്. പക്ഷേ തകാഹാഷി അവരെക്കാളൊക്കെ കൃശഗാത്രനായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെയധികം മെലിഞ്ഞ ഒരു കുട്ടി. ചെറിയ കൈയും കാലുകളും, ഇത്തിരിയോളം പോന്ന വിരലുകളിൽ കൊച്ചു തൊപ്പി കുരുങ്ങിക്കിടന്നിരുന്നു. തോളുകൾക്ക് നല്ല വീതിയുണ്ട്. അനാഥത്വം സ്ഫുരിക്കുന്ന ഒരു നോട്ടവുമായി അവൻ കുട്ടികളെ എല്ലാവരെയും നേരിട്ടു. നമുക്കേ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചാലോ? ടോട്ടോച്ചാൻ സുഹൃത്തുക്കളായ മിയ ചാനോടും സാക്കോ ചാനോടും അടക്കം പറഞ്ഞു. മൂവരും ചേർന്ന് പുതിയ കുട്ടിയുടെ തകാഹാഷിയുടെ അടുത്തേക്കെത്തി. അവർ സമീപത്തെത്തിയപ്പോൾ തകാഹാഷി സൗഹൃദ ഭാവത്തിൽ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. അവർ തിരിച്ചു. വലിപ്പമുള്ള വട്ടക്കണ്ണുകളായിരുന്നു അവൻ്റേത്. മുഖം എന്തോ പറയാൻ വെമ്പുന്നത് പോലെ തോന്നിച്ചു. ടോട്ടോച്ചാന് പിന്നെ ആരോടും സംസാരിക്കാനും ഇടപഴകാനും ഒന്നും ഒരു മടിയുമില്ലല്ലോ. അവൾ ചോദിച്ചു, കുട്ടിക്കേ തീവണ്ടി മുറിയിലുള്ള ക്ലാസ് കാണണോ? ഉവ്വ്. തൊപ്പി തിരികെ തന്റെ തലയിൽ സ്ഥാപിച്ചുകൊണ്ട് തകാഹാഷി പറഞ്ഞു. ടോട്ടോച്ചാൻ തിടുക്കപ്പെട്ട് ഓടുകയാണ്. പുതിയ ഒരു കുട്ടിയെ പുതിയൊരു അനുഭവത്തിലേക്ക് എത്തിക്കാനും അവരുടെ അഭിമാനമായ തീവണ്ടി മുറി ക്ലാസ് എങ്ങനെയുണ്ടെന്ന് കാണിക്കാനുമുള്ള തിരക്കായിരുന്നു അവളുടെ ചലനങ്ങളിൽ. തകാഹാഷിക്ക് പുതിയ ക്ലാസ് റൂം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആനന്ദം മനസ്സിൽ കണ്ടു തന്നെ അവൾക്ക് അവിടെ എത്താനുള്ള ധൃതി കൂടുതലായിരുന്നു. തീവണ്ടി മുറിയിലേക്ക് ചാടി കയറി വാതില് തുറന്നിട്ടുകൊണ്ട് അവൾ തൊള്ളയിട്ടു, വേഗം വന്നേ, ഓടി വരൂ. തകാഹാഷി വേഗത്തിലായിരുന്നു നടന്നത്. പക്ഷേ ദൂരം ഇനിയും ബാക്കി കിടക്കുകയാണ്. ഈ ദൂരമൊക്കെ ടോട്ടോച്ചാന് നിമിഷം കൊണ്ടാണ് താണ്ടാനാവുന്നത്. ഞാൻ വരണു. വേഗം കൂട്ടാനുള്ള ശ്രമത്തിനിടയിൽ അവൻ പ്രാഞ്ചി പ്രാഞ്ചി മുന്നോട്ട് നടന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു. പോളിയോ ബാധിച്ച യാസ്വാക്കി ചാനെ പോലെ മുടന്തി മുടന്തി അല്ല തകാഹാഷി നടക്കുന്നത്. യാസ്വാക്കി ചാനെ ഓർമ്മയില്ലേ? നമ്മളുടെ ടോട്ടോ വളരെ പണിപ്പെട്ട മരത്തിൽ കയറ്റിയ കുട്ടി. ഈ കുട്ടിക്ക് പോളിയോ ഇല്ല എന്നത് ടോട്ടോയ്ക്ക് മനസ്സിലായി. കാരണം ഇവൻ മുടന്തുന്നില്ല. എന്നാലും വളരെയധികം സമയമെടുത്താണ് അവൻ തീവണ്ടി മുറിയിൽ എത്തിയത്. യാസ്വാക്കി ചാൻ എടുക്കുന്ന അത്ര തന്നെ സമയം ഈ പുതിയ കുട്ടിയും എടുക്കുന്നുണ്ട് എന്നുള്ളത് ടോട്ടോയ്ക്ക് മനസ്സിലായി. അവൾ ക്ഷമയോടെ സ്നേഹത്തോടെ വാതിൽക്കൽ കാത്തു നിന്നു. വേഗം വേഗം എന്ന് പറഞ്ഞ് ഇനി ധൃതി പിടിപ്പിക്കാൻ പറ്റില്ല. കാരണം തകാഹാഷി തനിക്കാവുന്നത്ര വേഗത്തിൽ കാലുകൾ അകത്തി വെച്ച് ഓടുകയാണ്. ടോട്ടോച്ചാൻ അവന്റെ കാലുകൾ ശ്രദ്ധിച്ചു. മുട്ടിൽ നിന്ന് ഇരുവശത്തേക്കും അകന്ന മട്ടിലുള്ള തീരെ ചെറിയ കൊലുന്നനെയുള്ള കാലുകൾ. അധ്യാപകരും മറ്റു മുതിർന്നവരും പറയുന്നത് അവന്റെ ശരീര വളർച്ച എവിടെയോ വെച്ച് നിലച്ചുപോയി എന്ന് അവൾക്ക് മനസ്സിലായി. ടോട്ടോച്ചാൻ തന്നെ ശ്രദ്ധിക്കുന്നത് തകാഹാഷി കണ്ടു. കൈകൾ നീട്ടി വീശി വേഗം വർദ്ധിപ്പിക്കുന്നത് പോലെ കാണിക്കാൻ അവൻ ശ്രമിച്ചിരുന്നു. തീവണ്ടി മുറിയുടെ വാതിക്കൽ എത്തിയപ്പോൾ അവനെ തികച്ചും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ടോട്ടോച്ചാൻ പറഞ്ഞത്, കുട്ടിക്ക് നല്ല വേഗത്തിൽ ഓടാൻ അറിയാലോ, എത്ര പെട്ടെന്ന് ഇവിടെ എത്തിയത്. കുഞ്ഞു മനസ്സിന്റെ നിഷ്കളങ്കതയും സ്നേഹവും ഒന്ന് ആലോചിച്ചു നോക്കൂ. കിതയ്ക്കാതിരിക്കാൻ ബന്ധപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞു, എന്റെ വീട് ഒസാക്കായിലാ. ഒസാക്കായിലോ? അടക്കാനാവാത്ത ആനന്ദത്തോടെയാണ് ടോട്ടോച്ചാൻ ചോദിച്ചത്. ഒസാക്ക അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവളുടെ സ്വപ്ന നഗരമാണ്. നമ്മുടെ കൊച്ചു ടോട്ടോയ്ക്ക് ഒരു കുഞ്ഞ് അമ്മാവനുണ്ട്. അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരൻ. ഒസാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ്. ആ ഇളയ അമ്മാവൻ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇരു കൈകളും കൊണ്ട് കുഞ്ഞു ടോട്ടോയുടെ തല പൂണ്ടടക്കം പിടിച്ച് ഒന്ന് കറക്കിയിട്ട് ഇങ്ങനെ പറയും, ഞാൻ നിനക്ക് ഒസാക്ക കാട്ടിത്തരാട്ടോ. എന്നിട്ട് അവളെ കഴിയുന്നത്ര മുകളിലേക്ക് എടുത്ത് ഉയർത്തിയ ശേഷം ചോദിക്കും, ടോട്ടോ ഒസാക്ക കാണാനുണ്ടോ? അക്കാലത്തെ മുതിർന്നവർക്ക് പതിവുള്ള ഒരു വിനോദങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു അത്. പക്ഷേ നമ്മുടെ ടോട്ടോച്ചാൻ
ബാല്യത്തിന്റെ നിഷ്കളങ്കത കൊണ്ട് തന്നെ കുഞ്ഞമ്മ അവനെ വിശ്വസിച്ചു. മുകളിലേക്ക് ഉയരുമ്പോൾ അവളുടെ മുഖത്തെ പേശികൾ വല്ലാതെ വലിയും, കണ്ണുകൾ വികൃതമായി മുന്നോട്ട് തള്ളും, ചെകിട് നന്നായി വേദനിക്കുകയും ചെയ്യും. പക്ഷേ ഈ പരവേശത്തിനിടയ്ക്കൊക്കെ ദൂരത്തേക്ക് കണ്ണു നട്ട് അവൾ എത്തി നോക്കും, എന്താ ഒസാക്ക കാണാനുണ്ടോ എന്ന്. ഒരിക്കലും അവൾക്കതിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും നിരാശപ്പെടാതെ ഒരു ദിവസം തനിക്ക് ഒസാക്ക കാണാനാകും എന്ന് തന്നെ അവൾ ഉറച്ചു വിശ്വസിച്ചു. ഓരോ തവണയും അമ്മാവൻ വന്നെത്തുമ്പോൾ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കൊച്ചു ടോട്ടോ ചോദിക്കും, എന്നെ ഒസാക്ക കാട്ടിത്തരാമോ? അങ്ങനെ ഒസാക്ക അവളുടെ സ്വപ്ന ലോകത്തിലെ നഗരമായിരുന്നു. ഇതാ ഈ പുതിയ കുട്ടിയായ തകാഹാഷി ആ സ്വപ്ന ലോകത്തിൽ നിന്നാണ് വരുന്നത്. പറഞ്ഞാട്ടെ, അവൾ ആനന്ദത്തോടെ ചോദിച്ചു. ഒസാക്ക എങ്ങനെയാ ഇരിക്കുക? ഒസാക്ക, ഓവ് അതിനെന്താ, പറയാലോ. അവന്റെ മുഖത്ത് ആഹ്ലാദത്തിന്റെ ഒരു പുഞ്ചിരി വിടർന്നു. ശബ്ദത്തിന് വളരെയധികം തെളിമയും പക്വതയും തോന്നിച്ചു. പക്ഷെ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള മണി മുഴങ്ങി. ശു, എന്ത് കഷ്ടം നോക്കണേ, ആ കുട്ടി പറയാൻ തുടങ്ങുകയായിരുന്നു. ടോട്ടോച്ചൻ അവിടെ ഇവിടെ നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു. ബാഗ് കൊണ്ട് മിക്കവാറും മറഞ്ഞ തന്റെ കുഞ്ഞു ശരീരം കുലുക്കി കുലുക്കി ഉന്മേഷത്തോടെ തകാഹാഷി ക്ലാസ്സിനുള്ളിലേക്ക് നടന്നു. മുൻവരിയിൽ ചെന്ന് ഇരുപുറപ്പിച്ചു. കൊച്ചു ടോട്ടോ ഒട്ടും സമയം പാഴാക്കാതെ അവന്റെ സമീപത്തുള്ള സീറ്റ് സ്വന്തമാക്കി. ആർക്കും ഇഷ്ടമുള്ള എവിടെയും ഓരോ ദിവസവും ഇരിക്കാം എന്ന ടോമോ സ്കൂളിലെ നിയമത്തെ അവൾ ഉള്ളാലെ സ്തുതിച്ചു. സ്വപ്ന നഗരമായ ഒസാക്കയിൽ നിന്ന് വരുന്ന അവനെ വിട്ടുപിരിയാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അങ്ങനെ നമ്മുടെ കൊച്ചു ടോട്ടോയ്ക്ക് ഒരു പുതിയ ചങ്ങാതിയെ കൂടെ കിട്ടി, തകാഹാഷി. സ്കൂൾ വിശേഷങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെ കൊച്ചു ടോട്ടോയ്ക്കൊപ്പം പങ്കിട്ടുകൊണ്ട് നമുക്കും യാത്ര തുടരാം. നോവലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിച്ചാൽ സന്തോഷം.